നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിൽ. ചേർത്തലയിൽ ലഭിച്ചത് 215 മില്ലിമീറ്റർ മഴ. ആയിരക്കണക്കിന് വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയും കടലാക്രമണ ഭീഷണിയും ശക്തം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ആയുഷ് മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 1000-ലധികം കോടി രൂപയാണ് ആയുഷ് മേഖലയ്ക്ക് വേണ്ടി അനുവദിച്ചതെന്നും ആരോഗ്യമന്ത്രി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ BJPയുടെ പ്രതിഷേധം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജോയി വർഗീസ്, KD ദയാൽ അനുസ്മരണം സംഘടിപ്പിച്ചു. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്ററുടെ 140-ാം ജന്മദിനം ആഘോഷിച്ചു. ചേർത്തല BTM ഹാളിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയിൽ. ചേർത്തലയിൽ രേഖപ്പെടുത്തിയത് 215 മില്ലിമീറ്റർ മഴ. ആയിരക്കണക്കിന് വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. കടലാക്രമണ ഭീഷണിയും ശക്തം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ആലപ്പുഴ ജില്ലയിൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിൽ. ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചത് ചേർത്തല താലൂക്കിലാണ്. ജില്ലയിലാകെ കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് 105.3 മില്ലിലിറ്ററാണ്. കേരളത്തിൽ ആകെ വേനൽ മഴ 18% അധികമാണ്. 2 ദിവസമായി തുടർച്ചയായി ചേർത്തല താലൂക്കിൽ പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കടലോര മേഖലകളിലും കായലോര മേഖലകളിലും വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 2000-ഓളം വീടുകൾ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നു. കടലോര മേഖലകളിൽ രാത്രി തിരമാലകൾ ശക്തിയായി അടിക്കുന്നതിനാൽ നിരവധി വീടുകൾ ഭീഷണി നേരിടുകയാണ്. പുന്നപ്ര വിയ്യാനി ഭാഗത്ത് കടലാക്രമണം ശക്തമായി. തെങ്ങുകളും ഫലവൃക്ഷങ്ങളും കടപുഴകി വീണു. വീടുകളിൽ വെള്ളം കയറി. പുന്നപ്ര പള്ളിത്തീരം മുതൽ വടക്ക് വിയ്യാനി കടപ്പുറം വരെ കടൽഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. പുറംകടലിൽ നിന്നും ഉയർന്ന് പൊങ്ങിയ തിരമാലകൾ ശക്തിയായി കരയിലേക്ക് ഇരച്ച് കയറിയതാണ് നാശനഷ്ടം വിതയ്ക്കാൻ കാരണമായത്. വേനൽ മഴ ശക്തമായതോടെ കുട്ടനാട്ടിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പണ്ടാരക്കളം ഭാഗത്തെ ഒറ്റവരിപ്പാതയിൽ വെള്ളം കെട്ടി കിടക്കുന്നതും ലോറി കുടുങ്ങിയതും ഗതാഗതം താറുമാറാക്കി. കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ലെങ്കിലും പുഞ്ചകൃഷി കഴിഞ്ഞ പാടശേഖരങ്ങളിൽ വെള്ളം കയറിയത് മൂലം ഒട്ടനവധി വീടുകളും റോഡുകളും വെള്ളത്തിലായി. ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ ഗോവിന്ദ പാടശേഖരത്തിൽ വെള്ളം കയറ്റിയത് മൂലം മങ്കൊമ്പ് ചമ്പക്കുളം റോഡും പുളിങ്കുന്ന് കൃഷിഭവൻ പരിധിയിലെ അയ്യനാട് പാടശേഖരത്തിൽ വെള്ളം കയറ്റിയത് മൂലം ചതുർത്ഥ്യകരി പുളിങ്കുന്ന് റോഡും വെള്ളക്കെട്ടിലായി. കൃഷിക്ക് ശേഷം അനിയന്ത്രിതമായി വെള്ളം കയറ്റിയ പാടശേഖരങ്ങളുടെ ഉള്ളിലും പുറം വണ്ടുകളിലുമായി താമസിക്കുന്ന ഒട്ടനവധി വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. അപകട മേഖലകളിൽ നിന്നും അധികാരികളുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ബീച്ചിലേക്കുള്ള യാത്രയും കടലിൽ ഇറങ്ങിയുള്ള വിനോദയാത്രകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39 എണ്ണം ഉയർത്തിയിട്ടുണ്ട്. മഴക്കെടുതി നേരിടാൻ നടപടികളെടുക്കാൻ മന്ത്രി P പ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ടൈനൂസ് ആലപ്പുഴ. തകഴി നീരേറ്റുപുറം സംസ്ഥാന പാതയുടെ പല സ്ഥലങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപം. ഓടയില്ലാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഒറ്റമഴയിൽ തകഴി നീരേറ്റുപുറം സംസ്ഥാന പാതയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. തലവടി ഗ്രാമപഞ്ചായത്ത് ജംഗ്ഷൻ, കോഴിമുക്ക് വീയപുരം റോഡ് ജംഗ്ഷൻ, ചെക്കിടിക്കാട് മിൽമ ജംഗ്ഷന് സമീപം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. തലവടി ജംഗ്ഷനിൽ 1 അടിയോളം വെള്ളം ഉയർന്ന ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും കയറുന്ന അവസ്ഥയാണ്. യാത്രക്കാർക്ക് ബസ്സിൽ കയറാനോ ബസ് കാത്തു നിൽക്കാനോ പറ്റാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ മഴ സീസണിൽ സമാന അവസ്ഥ ഉണ്ടായതോടെ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധിച്ചിരുന്നു. റോഡിന്റെ പരിപാലന ചുമതലയുള്ള സംസ്ഥാന റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുകയും ഉടൻ ഓട നിർമ്മിക്കുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു.
സന്ദർശനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടെങ്കിലും ഓട നിർമ്മിക്കാനോ റോഡ് ഉയർത്താനോ റോഡ് ഫണ്ട് ബോർഡ് തയ്യാറായിട്ടില്ല. കോഴിമുക്ക് ജംഗ്ഷനിൽ വിയ്യപുരം റോഡിലേക്ക് ബസ് കാത്ത് യാത്രക്കാർ ചെളിവെള്ളത്തിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. അവിടെയും ഓടയുടെ അഭാവം യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. ചെക്കിടിക്കാട് മിൽമ ജംഗ്ഷന് സമീപത്തെയും അവസ്ഥ വ്യത്യസ്തമല്ല. മഴവെള്ളം കെട്ടിക്കിടന്ന റോഡിന്റെ 3/4 ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങുകയും 2 വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ഒറ്റമഴയിൽ ഇവരുടെ വീട്ടുമുറ്റം മുട്ടോളം വെള്ളത്തിൽ മുങ്ങി. വെള്ളം ഒലിച്ചിറങ്ങാൻ സൗകര്യമില്ലാത്തതിനാൽ വെള്ളം റോഡിലും വീടിന് സമീപ പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. തകഴി നീരേറ്റുപുരം റോഡിൽ പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഓടയുടെ അഭാവമാണ് വെള്ളം കെട്ടിക്കിടക്കാൻ മുഖ്യ കാരണം. ഇന്റർലോക്ക് കട്ട ഉപയോഗിച്ച് നടപ്പാത നിർമ്മിച്ചതോടെ വെള്ളം ഭൂമിയിലേക്ക് താഴാത്ത അവസ്ഥയുമുണ്ട്. റോഡ് ഫണ്ട് ബോർഡ് അടിയന്തരമായി ഇടപെട്ട വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി ഓട നിർമ്മിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ടൈനൂസ്, ആലപ്പുഴ. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ആയുഷ് മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 1000-ലേറെ കോടി രൂപയാണ് ആയുഷ് മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതെന്നും വീണ ജോർജ് പറഞ്ഞു. മൂന്ന് വർഷം കൊണ്ട് ആയുഷ് മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 3 വർഷങ്ങളിലായി 1000-ലധികം കോടി രൂപയാണ് ആയുഷ് മേഖലയുടെ വികസനത്തിനായി അനുവദിച്ചത്. മുൻ വർഷങ്ങളെക്കാൾ 3 ഇരട്ടി വർധനവാണ് നടത്തിയത്. ആയുർവേദ ചികിത്സാ രംഗം ശക്തിപ്പെടുത്തുന്നതിലേക്കായി പുതിയതായി 116 തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹോമിയോപ്പതി വകുപ്പിൽ പുതിയതായി 10 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികകൾ സൃഷ്ടിച്ചു. ജീവിതശൈലി രോഗ പ്രതിരോധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 1000 ആയുഷ് യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചു. ആയുഷ് മേഖലയിൽ കേരളത്തിന്റെ മുന്നേറ്റത്തെ നീതി ആയോഗ് അഭിനന്ദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 850 ഹെക്ടറിൽ ഔഷധ സസ്യം വ്യാപിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 460ഓളം കൃഷിക്കാർ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. 1,30,00,000 രൂപ സാമ്പത്തിക ധനസഹായമായി ഇതിനകം നൽകിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള ഔഷധ സസ്യങ്ങളുടെ തൈകൾ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് 5 മോഡൽ നഴ്സറികളും 5 ചെറുകിട നഴ്സറിക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഔഷധങ്ങളെ നേരിൽ കണ്ടുപഠിക്കുന്നതിനും അടുത്തറിയുന്നതിനുമായി 4 മാതൃകാ ഔഷധത്തോട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി ഇടുക്കി, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 3 സംഭരണ കേന്ദ്രങ്ങളും 3 ഉണക്കപ്പുരകളും 2 കളക്ഷൻ സെന്ററുകളും അനുവദിച്ചിട്ടുണ്ട്. പൂജപ്പുര സർക്കാർ പഞ്ചകർമ്മ ആശുപത്രി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ടൈനൂസ്, ആലപ്പുഴ. അഖില കേരള ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്ററുടെ 140-ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം കുടുംബസംഗമവും നടന്നു. ചേർത്തല VTIM ഹാളിലാണ് പരിപാടി ഒരുക്കിയത്. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്ററുടെ 140-ാം ജന്മദിനാഘോഷവും കുടുംബസംഗമവും നടന്നു. ചേർത്തല VTIM ഹാളിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ജനുവരി 2 നമ്മൾ കലണ്ടറൊക്കെ പോയി കഴിഞ്ഞാൽ പൊതു അവധിയാണ്. കാരണം മന്നം ജയന്തി, ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയും സമാധിയും നേരത്തെ അവധികളാണ്. അപ്പോൾ മന്നം ജയന്തി അവധിയായി, ശ്രീനാരായണ ജയന്തി അവധിയായി, വൈകുണ്ഠ ജയന്തിയും വിശ്വകർമ്മ ജയന്തിയും
നിയന്ത്രിത അവധികളായി. പക്ഷേ കറുപ്പ് മാസ്റ്ററുടെ ജയന്തി ഇന്നേ ദിവസം വരെയും ഒരവധിയുമായിട്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ദിനകരൻ അന്നുമുണ്ട് ഇല്ലേ? പുള്ളി സമുദായ ഉടമസ്ഥനായിരിക്കും. സമുദായ ഉടമസ്ഥന്മാരാണ് വെള്ളാപ്പള്ളി നടേശ്വരും സുകുമാരൻ നായരും ദിനകരനും ഒക്കെ. സമുദായ ഉടമസ്ഥന് അത് തോന്നിയില്ല. ഒരു കടലാസ് അവിടെ എഴുതി കൊടുത്തെങ്കിൽ ഇനി കൊണ്ടുവച്ചതിൻ്റെ രക്ഷയില്ല കേട്ടോ. നമ്മുടെ കാരണഭൂതൻ്റെ അടുത്ത് കടലാസ് കൂട്ടിയൊക്കെ പുള്ളി ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് വിളിച്ചെറിയും. അവിടെ നടക്കില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ ചെയ്യിക്കാം അവർക്ക്, പക്ഷെ ചെയ്യാൻ തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ പല പുരോഗമന ചിന്താഗതിക്കാർക്ക് വലിയ വിഷമമാണ് ജാതി സംഘടനകൾ. സത്യത്തിൽ സമുദായ സംഘടന എന്നാണ് പറയുന്നത്. ജാതി സംഘടന എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. ഒരു സമയത്ത് CPM-കാർ നാട് വിട്ടിട്ട് ഇല്ല, CPM-നോട് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ ആഭിമുഖ്യമുള്ള ആളെ. പക്ഷേ ഇതുപോലുള്ള ഈ മനുഷ്യ പറ്റിക്കുന്ന പരിപാടികൾ ചെയ്യുമ്പോഴാണ് ഞാൻ എതിർക്കുന്നത്. നാട്ടിലെമ്പാടും നമുക്ക് ജാതിയില്ല എന്ന ബോർഡ് സ്ഥാപിക്കും. അതായത് ശ്രീനാരായണ ഗുരു 1916 ആണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ജാതിയില്ല വിളംബരം നടത്തുന്നത്. നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ് ഗുരുദേവൻ്റെ വിഖ്യാതമായ ഒരു വിളംബരമാണ്. അതിൻ്റെ 100ാം വാർഷികം CPM-കാർ ഏറ്റെടുത്തു. ശ്രീനാരായണ ഗുരുവിനെ ഏറ്റെടുത്തിട്ട് എൻ്റെ സ്ഥലം ആലുവയാണ്. ആലുവയിൽ വെച്ചിട്ടാണ് ഗുരു ഈ പ്രഖ്യാപനം നടത്തി. ഒരു ദിവസം കാലത്ത് നോക്കുമ്പോൾ ആലുവ ടൗണിലെമ്പാടും ചുമപ്പൻ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നു. അതിൽ നാരായണ ഗുരുവിൻ്റെ പടമുണ്ട്. നമുക്ക് ജാതിയില്ല, അടിയിൽ ശ്രീ നാരായണ ഗുരു, ഒരു യാ വിട്ടുപോയി. ഞാൻ ഒറ്റ നോട്ടത്തിൽ എൻ്റെ കണ്ണിലേക്ക് ആദ്യം വരുന്നത് ഈ യാ പോയതാണ്. ഞാൻ നാരായണ ഗുരു എന്നാക്കി, നാരായണ ഗുരു എന്നെഴുതാൻ ഞാൻ ദൈവാധീനം എന്ന് പറയും. അപ്പോഴത്തേക്ക് ആലുവക്കാർ രസികന്മാരായിട്ട് അവരപ്പം തന്നെ ചൂണ്ടിക്കാണിച്ച് CPM-കാരാകെ നാറി. പിന്നെ ആ ഫ്ലെക്സ് മാറ്റി വേറെ ഫ്ലെക്സ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ജാതിയില്ലാതെ ഗുരു പറഞ്ഞു. സത്യത്തിൽ ജാതിയില്ലാതെ മതമില്ലാതെ ഈ നാട്ടിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ സീറ്റിൽ മത്സരിക്കുമ്പോൾ ഇവൻ ഏത് ജാതിക്കാരനാണ് ഏത് ഉപജാതിക്കാരനാണ് നോക്കിയിട്ട് സീറ്റ് കൊടുക്കുന്നത്. ചേർത്തല താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ K. കൃഷ്ണാലയം അധ്യക്ഷനായി. സെക്രട്ടറി സുരേഷ് കരിയിൽ സ്വാഗതം പറഞ്ഞു. കാതികൻ ഇടക്കൊച്ചി സെലിംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സിനി ആർട്ടിസ്റ്റ് രാജേഷ് പാണാവള്ളി മുഖ്യാതിഥിയായി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VK സിദ്ധാർത്ഥൻ, K. പ്രവീൺകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MR ജയദേവൻ, പണ്ഡിറ്റ് കർപ്പൻ സ്മാരക സമിതി പ്രസിഡന്റ് രാജേഷ്, സെക്രട്ടറി ജിനചന്ദ്രൻ, ധീവര മഹിളാസഭ പ്രസിഡന്റ് അനിത സന്തോഷ്, സെക്രട്ടറി തുഷാര ഷിബു, യുവജന സഭ താലൂക്ക് പ്രസിഡന്റ് അനിൽ, സെക്രട്ടറി അജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. താലൂക്ക് കമ്മിറ്റി അംഗം ദാമോദരൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ BJP പ്രവർത്തകരുടെ ധർണാ സമരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ മാഫിയ സംഘങ്ങളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാഫിയ സംഘത്തിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ രക്ഷിക്കുക, രോഗികൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ കാര്യമല്ലേ നോക്കേണ്ടത്? നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യമല്ലേ സംരക്ഷിക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യം. ആ ഭരണഘടനാ പ്രകാരം അടിസ്ഥാന ആവശ്യം സംരക്ഷിക്കാൻ പിണറായി വിജയനും വീണ ജോർജിനും കഴിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് പറയേണ്ടി വരില്ലേ? ആളുകൾ മരിക്കുക, സാംക്രമിക രോഗങ്ങൾ മഴക്കാലത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണോ? കൊതുകുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, സാംക്രമിക രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിണറായി വിജയൻ ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ടൂറിന് പോയി. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ടൂറിന്. അയാൾക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല. ഈ H. സലാമുണ്ടല്ലോ MLA, ഈ MLAയുടെ നേതൃത്വത്തില് ഒരു പുതിയ മാഫിയ സംഘം ഉണ്ടായിട്ടുണ്ടോ? ആ മാഫിയ സംഘത്തിന്റെ പണി എന്താണെന്നറിയോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാഫിയ മേഖലയാണ് അവയവ കച്ചവടം. ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ശ്രമിക്കുന്നു H. സലാം അടക്കമുള്ള MLA-മാർക്ക് ഈ അമ്പലപ്പുഴ മെഡിക്കൽ കോളേജുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടത്തിന് ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പിന്നിൽ പലതുമുണ്ട്. നമ്മള് ഈ അവയവ കച്ചവടം എന്നൊക്കെ പറയുമ്പോ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നല്ലേ? ഇപ്പൊ പത്രങ്ങൾ എടുത്ത് നോക്ക് നിങ്ങള്.
ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ അരുൺ അനിരുദ്ധൻ, PK അരവിന്ദാക്ഷൻ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, PK വാസുദേവൻ, പാലമറ്റം വിജയകുമാർ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജോയി വർഗീസ് KD ദയാൽ അനുസ്മരണം സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജോയി വർഗീസ്, കേരളകൗമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് KD ദയാൽ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതും ധൈര്യം എന്നുള്ളതാണ്, മറ്റൊന്ന് ചോദ്യം ചെയ്യുക എന്നുള്ളതുമാണ്. ഈ ധൈര്യവും ചോദ്യം ചെയ്യലുമാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നതല്ല. മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ ധൈര്യം എന്നുള്ള കാര്യമാണ്. ആ ധൈര്യവും ചോദ്യം ചെയ്യലും എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു മാധ്യമത്തെയും കാണാത്ത ഒരാൾ രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം ആൾക്കാരോട് ഒരു ധൈര്യപൂർവ്വം ചോദ്യം ചോദിക്കുന്നതിനോ ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നതിനോ കഴിയാതെ പോകുന്ന മാധ്യമങ്ങൾ നിറയുകയും ചെയ്യുന്നിടത്തും ഗോഡി മീഡിയയുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ജോയി വർഗീസിനെയും KD ദയാലിനെയും എല്ലാം നിർഭയമായ നട്ടലോടുകൂടിയും ധൈര്യത്തോടുകൂടി ചോദ്യം ചെയ്യലോടുകൂടിയും മാധ്യമപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ഇത്തരം ആളുകളെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഈ ഗോഡി മീഡിയ ഒരു വശത്തോട് ഉയർന്നു പൊന്തി നിൽക്കുന്നത് കാണാതെ പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം പോലും കുറ്റകരമാവുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങളെ കാണാത്തയാളാണ് രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്ത് തുടരുന്നത്. നിർഭയമായി മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാതായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ KA ബാബു, ജലീൽ അരുകുറ്റി, കേരളകൗമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് KS സന്ദീപ്, പ്രസ് ക്ലബ് സെക്രട്ടറി TK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. കായംകുളത്ത് 14 വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ BJP പ്രാദേശിക നേതാവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കാപ്പിൽ കിഴക്ക് ആലമ്പള്ളി മനോജിനെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. BJP നേതാവ് ആലമ്പള്ളി മനോജാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ വിട്ടിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെന്ന പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തത്. കാപ്പിൽ PS നിവാസിൽ ഷാജിയുടെ മകൻ ഷാഫിക്കിനാണ് മർദ്ദനമേറ്റത്. ഷാഫിയും സഹോദരനും സൈക്കിളിൽ പോകുമ്പോൾ ആലമ്പള്ളി മനോജ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. മർദ്ദനമേറ്റതിനെ തുടർന്ന് കുട്ടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടൈം ന്യൂസ് അമ്പലപ്പുഴ. മുഹമ്മ പെരുന്തുരുത്തുകരി പാടശേഖരത്തിൽ കർഷകന്റെ കണ്ണീര് നിറയുന്നു. കാർഷിക കലണ്ടറിന് വിരുദ്ധമായി കൃഷി നടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണം. മുഹമ്മ പെരുന്തുരുത്തുകരി പാടശേഖരത്തിലെ നെൽകൃഷിയുടെ താളം തെറ്റിക്കുന്നതായി ആക്ഷേപം. കൃഷിമന്ത്രിയുടെ മണ്ഡലത്തിലെ പ്രമുഖ പാടശേഖരമാണിത്. 2021-22 വർഷം കാർഷിക കലണ്ടറിന് വിരുദ്ധമായി കൃഷി ഇറക്കിയെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഈ വർഷം ജനുവരി മാസത്തിലുമാണ് കൃഷി നടത്തിയത്. 6 തവണ കൃഷി ഇറക്കേണ്ട സ്ഥാനത്താണ് 2 തവണ കൃഷി നടന്നതെന്ന് കർഷകനായ PR പ്രസാദ് പറഞ്ഞു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട മുഹമ്മ പഞ്ചായത്തിലുള്ള ഏറ്റവും വലിയ പാടശേഖരമായ മുഹമ്മ മേഖല പെരുന്തുരുത്തി പാടശേഖരം 40 ഏക്കർ വരുന്നതാണ്. ഈ പാടശേഖരത്തിൽ 2021 മുതൽ നാളെ വരെ 6 കൃഷി നടക്കേണ്ട സ്ഥാനത്ത് ആകെ 1 കൃഷി നടത്തിയാണ് വിളവെടുത്തിട്ടുള്ളത്. കൊയ്ത്ത് ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അത് ഇനി കൊയ്ത്ത് നടത്തുന്നില്ല. എന്നുവെച്ചാൽ നെല്ലൊന്നും കിട്ടുകയില്ലാത്തതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, മുഹമ്മ കൃഷി ഓഫീസർ, മുഹമ്മ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് കമ്മിറ്റിക്കാർ എന്നിവർക്കെല്ലാം ഇത് കാണുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് വന്ന് ഈ പാടശേഖരം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതാണ് ഈ ഉപ്പുവെള്ളം കയറ്റി കൃഷി നശിപ്പിച്ച മൂലം കൃഷി നശിച്ചതിൻ്റെ അവസ്ഥയാണ്. ഈ നെല്ലാണ്. ഇതിൽ മുഴുവൻ പതിര് മാത്രമല്ല, നെൽമണികളൊന്നുമില്ല. മുഴുവൻ പതിര് നശിപ്പിച്ച മൂലം തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ തുറക്കുന്നതിന് മുമ്പായി തന്നെ ഓരുമുട്ട് സ്ഥാപിച്ച് ഇരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവുകയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഏകദേശം 5 ലക്ഷം കിലോ നെല്ല് സപ്ലൈക്കോയ്ക്ക് ഈ 40 ഏക്കറിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അതുപോലെ നിലവുടമകൾക്ക് പാട്ടത്തുക ഇനത്തിലാണ് എങ്കിലും 2 ലക്ഷം രൂപ പാട്ടത്തുക ഇനത്തിൽ ലഭിക്കേണ്ടതാണ്.
സർക്കാർ 1 ഏക്കറിന് 40 കിലോ പ്രകാരം നെൽവിത്ത് കൊടുക്കുകയും ആ വിത്ത് ഉപയോഗിച്ചാണ് ഈ മാതിരി കൃഷി ഇവിടെ ചെയ്ത് നശിപ്പിച്ചിരിക്കുന്നത്. ഈ വിത്തിനകത്ത് 10,000-കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നഷ്ടങ്ങളും ഈ കൃഷി 5 ലക്ഷം കിലോ നെല്ല് നഷ്ടപ്പെടുത്തിയതിനും പാട്ടത്തുക ഇനത്തിലും മറ്റ് എല്ലാവിധത്തിലുള്ള നഷ്ടങ്ങൾക്കും ബന്ധപ്പെട്ട കുറ്റക്കാരായവരിൽ നിന്ന് നഷ്ടം ഈടാക്കി നടപടി സ്വീകരിക്കണം. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന് പ്രത്യേക ശ്രദ്ധ വരുത്തി ആവശ്യമായ നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാർഷിക കലണ്ടർ നോക്കാതെയാണ് ഈ 2 കൃഷിയും നടത്തിയത്. പാടശേഖരത്തിൽ കാലം തെറ്റി ഉപ്പുവെള്ളം കയറ്റിയതിനാൽ നെല്ലിന് പകരം പതിരാണ് വിളഞ്ഞത്. കൊയ്ത്ത് നടന്നെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ചെന്നും പ്രസാദ് കുറ്റപ്പെടുത്തി. കാർഷിക കലണ്ടർ നോക്കി കൃഷി നടത്തിയിരുന്നെങ്കിൽ കതിരിന് പകരം നെല്ല് കൊയ്യാമായിരുന്നു. ഉപ്പുവെള്ളം കയറി തൻ്റെ കൊണ്ടൽ കൃഷി നശിച്ചതായും പ്രസാദ് പറഞ്ഞു. കൃത്യമായി കൃഷി നടന്നാൽ 30 കിൻഡലോളം നെല്ല് കിട്ടുന്ന പാടശേഖരത്തിലാണ് കാർഷിക കലണ്ടർ നോക്കാതെ കൃഷി ഇറക്കിയത്. തൊഴിൽ ദിനങ്ങൾ നഷ്ടമായതിന് പുറമെ പാടത്തുക ഇനത്തിലും വലിയ തുക നഷ്ടമുണ്ടായി. കുട്ടനാട് പാക്കേജിൽപ്പെടുത്തി കോടികളുടെ വികസന പ്രവർത്തനം നടത്തിയ പാടശേഖരത്തിലാണ് കർഷകൻ്റെ കണ്ണീര് വീഴുന്നത്. ടൈം ന്യൂസ്, മുഹമ്മ. കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിലെ ബി ശ്രീകണ്ഠൻ നായരാണ് കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായത്. ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിൽ ഡ്രൈവറായ ബി ശ്രീകണ്ഠൻ നായരാണ് പണം തിരികെ ഏൽപ്പിച്ച് മാതൃകയായത്. മെയ് 22 ബുധനാഴ്ചയാണ് സംഭവം. ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിൽ നിന്ന് KSRTC സ്റ്റാൻഡിലേക്കുള്ള ഓട്ടത്തിനിടെയാണ് 10,000 രൂപ അടങ്ങുന്ന കിറ്റ് ഓട്ടോയിൽ നിന്നും ലഭിച്ചത്. ഓട്ടോയിൽ വന്ന യുവാവിനെ കണ്ടെത്താനുമായില്ല. തുടർന്ന് സ്റ്റാൻഡിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇതിനിടെ പണം നഷ്ടപ്പെട്ട വയലാർ സ്വദേശിയായ ആദർശ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു. തുടർന്ന് പണം കൈമാറുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറുടെ സത്യസന്ധത നാടിന് മാതൃകയായി. നിരവധി പേർ ശ്രീകണ്ഠൻ നായരെ അനുമോദിച്ചു. മെനയാന്ന് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് എൻ്റെ വണ്ടിയിൽ കയറിയ ഒരു യാത്രികയാണ് KSRTC സ്റ്റാൻഡിൽ യാത്ര പോയതാണ്. യാത്ര കൊണ്ടുപോയി വിട്ട് അയാൾ പോയി. കുറച്ച് കഴിഞ്ഞ് അടുത്ത യാത്രക്കാരനെ കയറ്റാൻ സമയത്ത് ഒരു വയസ്സായ ആളായിരുന്നു. അപ്പം ഞാൻ ആൾക്ക് ഡോറ് തുറന്ന് കൊടുത്ത് കയറ്റാൻ സമയത്ത് അതിനകത്തൊരു കിറ്റുണ്ടായിരുന്നു. ആ കിറ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കാശാണ്. ഞാൻ ഉടനെ തന്നെ എൻ്റെ സ്റ്റാൻഡിൽ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ ഒരു കാശടങ്ങിയ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും തിരക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടം പോയി ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു പയ്യനായിരുന്നു, വയലാറുള്ള ആദർശ് എന്ന് പറയുന്ന പയ്യൻ, എഞ്ചിനീയറിംഗിൽ നിന്ന് പഠിക്കുന്ന പയ്യനാണ്. പുള്ളിക്കാരൻ ട്രഷറിയിൽ നിന്ന് വളരെ അത്യാവശ്യമായിട്ട് 10,000 രൂപ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് ഈ കിറ്റോട് കൂടി മറന്നു വെച്ചിട്ട് പോകുന്നത്. പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ അതിൻ്റെ ശ്രദ്ധയിലായിപ്പോയി കിറ്റ് മറന്നു വെച്ച് പോയതാണ്. ഉടൻ തന്നെ ഞാൻ 15 മിനിറ്റിനുള്ളിൽ സ്റ്റാൻഡിലെത്തി അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റാൻഡിൽ വെച്ച് തന്നെ കിറ്റ് കൈമാറി. ചേർത്തല നഗരസഭ 8ാം വാർഡിൽ വിഷ്ണു നിവാസിൽ ശ്രീകണ്ഠൻ നായർ CPM അംഗവും ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ചേർത്തല ഏരിയ സെക്രട്ടറിയുമാണ്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല അസറ്റ് ഫിനാൻസിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചേർത്തല CI G പ്രൈജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല അസറ്റ് ഫിനാൻസിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്കായി 1 വർഷം 1 പുഞ്ചിരി എന്ന പേരിലാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത്. ചേർത്തല പോലീസ് സ്റ്റേഷൻ ഓഫീസർ G പ്രൈജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G രഞ്ജിത്ത്, വാർഡ് കൗൺസിലർ മിത്ര വിന്ദാപ്പായി എന്നിവർ ആശംസകൾ നേർന്നു. അസറ്റ് മാനേജിംഗ് ഡയറക്ടർ ബെന്നി ശിവരാമൻ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ബിന്ദു നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ഫയർഫോഴ്സിൻ്റെ പുതിയ കെട്ടിടത്തിനകത്ത് വെള്ളക്കെട്ട്. പഴയ കെട്ടിടവും പുതിയ കെട്ടിടവും ചേരുന്ന പ്രദേശത്തു നിന്നാണ് അകത്തേക്ക് വെള്ളമൊഴുകുന്നത്. ഓഫീസിനുള്ളിൽ വെള്ളം കയറിയത് സേനാംഗങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിൽ വെള്ളം ഒഴുകിയിറങ്ങുന്നു. ഓഫീസിലും കിച്ചണിലുമൊക്കെ വെള്ളം. പഴയ കെട്ടിടവും പുതിയ കെട്ടിടവും ചേരുന്ന സ്ഥലത്തു നിന്നാണ് വെള്ളം ചോർന്ന് പുതിയ കെട്ടിടത്തിനുള്ളിൽ നിറയുന്നത്.
കഴിഞ്ഞ ദിവസം പെയ്ത നിലയ്ക്കാത്ത മഴയിൽ ഓഫീസ് മുറിയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട്. നാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്ന ഫയർഫോഴ്സ് സേനാംഗങ്ങൾ തങ്ങളുടെ സ്റ്റേഷൻ ആസ്ഥാനത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പരിശ്രമിക്കേണ്ടി വന്നു. ചോർച്ച ഒഴിവാക്കാൻ മറ്റ് നടപടികൾ വേണ്ടിവന്നേക്കും. പഴയ കെട്ടിടത്തിനോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ ചോർച്ച ഉണ്ടാകുമെന്ന സേനാംഗങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല CK ചന്ദ്രപ്പൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷ കഴിഞ്ഞ് ഉന്നത പഠനത്തിന് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സെമിനാർ ഒരുക്കിയത്. ചേർത്തല CK ചന്ദ്രപ്പൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ദിശ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. CK കുമാരപ്പണിക്കർ സ്മാരകത്തിൽ നടന്ന സെമിനാർ CPI മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് CS സജിത്ത് അധ്യക്ഷനായി. സെക്രട്ടറി U മോഹനൻ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് AEO CD ആസാദ് ക്ലാസ് എടുത്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ S അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ, P പ്യാരിലാൽ, ജോസ് പിയൂസ്, G അശോകൻ, EK തമ്പി എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ K ഉമയാഷൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ട്രിച്ചിയിൽ വാഹനാപകടം. ചേർത്തല പുത്തരങ്ങാടി സ്വദേശിയായ യുവാവ് മരിച്ചു. പുത്തരങ്ങാടി സ്വദേശി നജ്മലാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. തമിഴ്നാട് ട്രിച്ചിയിൽ വാഹനാപകടം. ചേർത്തല സ്വദേശി മരിച്ചു. ചേർത്തല പുത്തരങ്ങാടി സ്വദേശിയായ യുവാവാണ് മരിച്ചത്. പുത്തരങ്ങാടി നികർത്തിൽ മജീദിൻ്റെ മകൻ നജ്മൽ ആണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. മണ്ണഞ്ചേരിയിൽ നിന്ന് ദോസ്ത് മിനി ലോറിയിൽ ട്രിച്ചിയിൽ പോയി വാഴക്കുലയുമായി മടങ്ങുമ്പോൾ വ്യാഴാഴ്ച രാത്രി 8-നായിരുന്നു അപകടം. നജ്മൽ ഓടിച്ചിരുന്ന ദോസ്ത് മിനി ലോറി ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നജ്മലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഖബറടക്കം വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ പുത്തരങ്ങാടി ജുമാ മസ്ജിദിൽ നടന്നു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിൽ. ചേർത്തലയിൽ ലഭിച്ചത് 215 മില്ലിമീറ്റർ മഴ. ആയിരക്കണക്കിന് വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കടലാക്രമണ ഭീഷണിയും ശക്തം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ആയുഷ് മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 1000-ലധികം കോടി രൂപയാണ് ആയുഷ് മേഖലയ്ക്ക് വേണ്ടി അനുവദിച്ചതെന്നും ആരോഗ്യമന്ത്രി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ BJPയുടെ പ്രതിഷേധം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജോയി വർഗീസ്, KD ദയാൽ അനുസ്മരണം സംഘടിപ്പിച്ചു. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.